ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു അൺഎക്സ്പെക്റ്റഡ് റൈഡാണ്. സത്യം പറഞ്ഞാൽ ബൈക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഹൈനസ്സാണ്. ഹൈനസിൻ്റെ ആനിവേഴ്സറി എഡിഷൻ ബൈക്കാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും നമുക്ക് ബൈക്കിൻ്റെ എയർലി മോർണിംഗ് റൈഡ് തന്നെ എടുക്കാം എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഇതിപ്പം ആനിവേഴ്സറി എഡിഷനാണ്. ഇതിപ്പോൾ 2 വർഷം 2023 മോഡലാണിത്. അപ്പോൾ ഇന്ന് എന്തായാലും ഇതിൻ്റെ ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ വീഡിയോ ആയിരിക്കും. ഇപ്പോൾ വണ്ടി ഇതാണ്, ഫുള്ളി ബ്ലാക്ക്. ഇവിടെ 1 ഇയർ ആനിവേഴ്സറി ലിമിറ്റഡ് എഡിഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൈഡ് തുടങ്ങാം. അപ്പോൾ ഗൈസ്, വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 350cc ആണ്. 350cc എയർ കൂൾഡ് എഞ്ചിനാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അത് 20 ഹോഴ്സ് പവറും 30 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കാണ് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടാണ് ഡെലിവറി ചെയ്യുന്നതും എല്ലാം. ഞാൻ പറയാൻ അങ്ങനെ വെച്ചാൽ ഹോണ്ടയാണ്, അറിയാം, എല്ലാവർക്കും ഹോണ്ടയെക്കുറിച്ച് അറിയാം. അതായത് മെയിൻലി ഇത് എന്തോ പറയുന്നത് നല്ല കിടിലായിട്ടുള്ള ഹൈലി റിലയബിളും സ്റ്റേബിളായിട്ടുള്ള എഞ്ചിനാണ് ഹോണ്ട ഇറക്കുമതിയല്ല ഉണ്ടാക്കുന്നത്, ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഓടിച്ചത് വൺ ഓഫ് ദ ബെസ്റ്റ് 350cc അല്ലെങ്കിൽ സബ് 400cc സെഗ്മെൻറ്റ് വരുന്നൊരു ബൈക്കാണ്. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് പവറിന് പവർ, ലുക്സിന് ലുക്സ്, മൈലേജിന് മൈലേജ്, പിന്നെ വൈബ്രേഷൻസ് ഇല്ല, സൗണ്ടിന് സൗണ്ടും ഉണ്ട്. സ്റ്റോക്കായിട്ട് നല്ലൊരു സൗണ്ട്. അതിപ്പം മൈക്കിൽ ക്യാപ്ചർ ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമുക്ക് ആദ്യം വണ്ടിയുടെ ഹെഡ്ലൈറ്റിനെ കുറിച്ച് തന്നെ പറയാം. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ അഡ്വഞ്ചറിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ഹെഡ്ലൈറ്റിൽ ഇത്തിരി വിസിബിലിറ്റിയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ സീറ്റിംഗ് കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 6 ഫുട്ട് ഉണ്ട്. 6 ഫുട്ട് ആയതുകൊണ്ട് എനിക്ക് ഇത്തിരി ഫ്രണ്ടിലോട്ടൊന്ന് ബെൻഡ് ഓവറായിരിക്കുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അഥവാ ഹൈറ്റ് ഉള്ളവരൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഹാൻഡിൽ ബാർ റൈസസ് യൂസ് ചെയ്ത് ഹാൻഡിൽ ഇത്തിരി റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് അപ്രൈറ്റ് പൊസിഷനാകും. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സത്യം പറഞ്ഞാൽ വണ്ടി നല്ല കംഫോർട്ടുണ്ട് ഓടിക്കാനായിട്ട്. സീറ്റിങ്ങിലാണെങ്കിലും ശരി. സീറ്റിംഗ് കംഫോർട്ട് എന്ന് വെച്ചാൽ നല്ല സുഖമുണ്ടിരിക്കുക. എത്ര നേരം ഓടിച്ചിട്ട് എനിക്ക് ഇതുവരെ വലിയ ബോഡി പെയിനും ഒന്നും വന്നിട്ടില്ല. കുഴി വീഴുന്നതൊക്കെ നല്ല രീതിയിൽ സസ്പെൻഷൻ താങ്ങുന്നത്. നല്ല സോഫ്റ്റ് സസ്പെൻഷനാണ്. നമുക്കൊരു ഒരുവിധം ടൂറിങ്ങിനൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ പില്ലിയൻ ഫ്രണ്ട്ലി ആണെന്ന് വെച്ചാൽ ഞാൻ പറയാനല്ലെന്ന്. എന്ന് വെച്ചാൽ ഞാനിതിൽ എൻ്റെ ഫ്രണ്ടിനെ വയ്ക്കണം. അപ്പോൾ ഞാൻ ഫ്രണ്ടായിട്ട് ട്രിവാൻഡ്രത്ത് പോകുന്ന വഴിയിൽ ഞാൻ കൂടുതലും അങ്ങോട്ട് പോയപ്പോൾ ബാക്കിലാണ് ഇരുന്നത്. എൻ്റെ ബാക്ക് ഒരുവിധം നല്ല രസമായിരുന്നു. അപ്പോൾ അതായത് പില്ലിയനും കൂടെ ഉണ്ട് ലോങ് പോകാനാണെങ്കിൽ എന്തായാലും ഒരു എയർ സീറ്റ് പിടിച്ച് വയ്ക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. അത് പറയാൻ കാരണം വെച്ചാൽ അപ്പോൾ നമുക്ക് അത്രയും പെയിനൊന്നും വലുതായിട്ട് അറിയത്തില്ല. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ രാവിലെ 4 സംതിങ് ആയി. 4 മണിയാണെന്ന് തോന്നുന്നു. 4:03 എങ്ങാണ്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ്. എനിക്ക് എന്തോ ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ബൈക്കിൻ്റെ വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ പിന്നെ രാവിലെ ഇറങ്ങി. കൊല്ലത്തൊറ്റ മനുഷ്യരില്ല, കണ്ടോ, ഭയങ്കര വിജനമായിട്ട് കിടക്കുന്നു. എന്താണെന്നറിയാൻ വയ്യ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സിറ്റിയിൽ 35, ഹൈവേയിലൊക്കെ ഞാൻ വീഡിയോസ് പലതും കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിത് 48 പ്ലസ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് 45-48 വരെ എനിക്ക് ഹൈവേയിൽ മൈലേജ് തന്നിട്ടുണ്ട്. പക്ഷേ 54 വരെ കിട്ടുന്നൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു. അത് ഞാൻ അതിശയിച്ചു പോയി കേട്ടോ. ഒരു മലയാളം വീഡിയോ ആയിരുന്നു. അത് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. പുള്ളിക്കാരൻ ചിലപ്പം എന്നെ കണ്ടി ഇത്തിരി കൂടെ മാനായിട്ട് ഓടിച്ചാണ്. ഞാൻ ഇത്തിരി ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവിടുന്ന് നമ്മൾ എവിടെ പോയപ്പോഴായിരുന്നു, ട്രിവാൻഡ്രം പോയപ്പോൾ തന്നെയാണെന്ന് എനിക്ക് കിട്ടിയത്. അപ്പോൾ മൈലേജ് അത്രയുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ ഒരു സ്മൂത്ത്നെസ്സും ആ ഒരു റിഫൈൻമെൻറ്റ് ആ ഒരു വാക്കാണ് മിസ്സായിപ്പോയത്. ആ ഒരു റിഫൈൻമെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഇതിപ്പം ഒരു 80 പോകുന്നു, നമ്മൾ എന്ത് റിലാക്സായിട്ടാണ് ഓടിക്കുന്നത്, ഒരു കുഴപ്പമില്ല വണ്ടിക്ക്. 4ാമത്തെ ഗിയറിൽ തന്നെ ഒരു കുഴപ്പമില്ലാതെ 80 ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോകും. അത് നല്ലൊരു അഡ്വാൻറ്റേജാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ ബൈക്കിൻ്റെ ബ്രേക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒരുവിധം നമുക്ക് വണ്ടി, അതായത് ഫ്രണ്ട് ബ്രേക്കിൽ നിന്ന് നല്ല റെസ്പോൺസ് ഉണ്ട്, റിയർ ബ്രേക്കിൽ നിന്ന് നല്ല റെസ്പോൺസ് ഉണ്ട്. നമുക്ക് പിടിച്ചാൽ നിൽക്കുമെന്നുള്ളൊരു ഉറപ്പ് രണ്ടും തരുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. വണ്ടിയുടെ ഹീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എയർ കൂൾഡ് എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റേതായൊരു ഹീറ്റിംഗ് ഉണ്ട്. ട്രാഫിക്കൊക്കെ എത്തുമ്പോൾ കാലിലോട്ടും പിന്നെ കയ്യിൽ ഹാഫ് കൈ ഷർട്ടൊക്കെ ആണെങ്കിൽ ഇട്ടേക്ക് ഒരുവിധം ഹീറ്റിംഗ് അറിയാൻ പറ്റും. ഞാൻ ഇന്നലെ അങ്ങനെ ആണ് മനസ്സിലാക്കിയത്.
അപ്പോൾ ഹീറ്റിംഗ് ഒരു വിധമുണ്ട്. അത് 350cc ആണല്ലോ, പിന്നെ പക്ഷേ എയർ കൂൾഡ് ആയതിൻ്റെ ഒരു ഇതാണ്. ഓയിൽ കൂൾഡ് ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു, ഒരുവിധം ഹീറ്റിങ് കുഴപ്പമില്ലാത്ത ഡിസ്പെൻസ് ആയതിന്. അപ്പോൾ എയർ കൂൾഡ് ആയതിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു വൈബ്രേഷനോ ഒന്നും ഇവിടെ നിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. സത്യം പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ബൈക്ക് സത്യം പറഞ്ഞാൽ ഇതായിരുന്നു എന്ന് എടുക്കാൻ പോയത്. പക്ഷേ എനിക്ക് നീളം ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇത്തിരി എന്താ പറയുക, ഫ്രണ്ടിലോട്ട് ഇന്നോട്ടിങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ബ്രൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു. പക്ഷേ ഇതിന് ബ്രൈറ്റ് ഇട്ടാൽ ഇടുമ്പോഴത്തേനും വലിയ വ്യത്യാസം ഞാൻ കാണുന്നില്ല, അത് ഞാൻ ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് ഞാനിത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ വണ്ടി സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വണ്ടി എല്ലാം ഉണ്ട്, എനിക്ക് എൻ്റെ ആവശ്യത്തിന് പവറുണ്ട്, ലുക്സ് ഉണ്ട്, മൈലേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് ഹൈറ്റ് ഉണ്ട്, എനിക്ക് ഇതിരി ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്തിരിക്കാൻ എനിക്ക് ഒരു ഇത് തോന്നത്തില്ല. ഞാൻ പിന്നെ കൂടുതലും ഒത്തിരി ടൂർ ചെയ്യുന്ന ഒരാളും കൂടെയാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അഡ്വഞ്ചറിലോട്ട് പോകേണ്ടി വന്നത്. അത് പക്ഷേ അപ്രൈറ്റാണ്, ഫുള്ളി അപ്രൈറ്റ് പൊസിഷനാണ്, കംഫോർട്ടും എല്ലാം ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ അതിനെയും കാട്ടി ഇതിന് ഇത്തിരി കൂടെ റിഫൈൻമെൻ്റ് ഉണ്ട്. അതായത് ഒരു 80-90 എൻ്റെ ബൈക്കിൽ പോകണമെങ്കിൽ അത്രയും സ്മൂത്ത് ആണെങ്കിൽ നല്ല സ്പീഡിൽ പോകണം. പക്ഷേ ഇത് ഏത് സ്പീഡിൽ പോയാലും ശരി, ഏത് ഗിയറാണെങ്കിലും ശരി, വണ്ടി ഭയങ്കര സ്മൂത്ത് ഔട്ടാണ്. അതായത് ഒരു വിധത്തിലുള്ള വൈബ്രേഷനോ എൻജിനിൽ നിന്നുള്ള സ്ട്രെസ്സോ ഒന്നും അറിയത്തില്ല. ഇപ്പോൾ ഇതിപ്പോൾ സെക്കൻഡ് ഗിയർ 40 പോകുന്നത്, 40-50 ക്ലൈംബ് ചെയ്യുവാണ്. ഞാൻ റാഷായിട്ട് ഓടിക്കുന്നില്ല, ഞാൻ പയ്യാണ് ഓടിക്കുന്നത്. ഇങ്ങനെ പോകുമ്പോഴൊന്നും ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴൊന്നും നമ്മൾ അറിയുന്നില്ല, വണ്ടി ഓടുന്നെന്ന് പോലും നമ്മൾ അറിയുന്നില്ല. അത്രയ്ക്കും സ്മൂത്ത് ഔട്ടായിട്ടാണ് വണ്ടി ഓടുന്നത്. നമുക്കിവിടെ നിന്നൊരു ക്ലീൻ റോഡുണ്ട്, അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ പവർ ഡെലിവറി ഒന്ന് കാണിക്കാം. ഇതിപ്പോൾ രാവിലെയും കൂടെ ആയതുകൊണ്ട് കുഴപ്പമില്ല, വലുതായിട്ട് വണ്ടികളൊന്നുമില്ല. ഇവിടെ ചെറിയൊരു കുണ്ടും കുഴിയുണ്ട്, നമുക്ക് പരിചയമുള്ള വഴിയാണ്. അതാണ്ടേ വണ്ടി വരുന്നില്ലല്ലോ. ഓക്കെ, നല്ല ബസ്സുകാരെ. നമുക്കെന്തായാലും ഇവിടെ നിന്ന് തിരിക്കാം. ഇനി അങ്ങോട്ട് ഇരുട്ടായിരിക്കും, പിന്നെ ക്യാമറയിൽ ക്യാപ്ചർ ആവാൻ ഭയങ്കര പാടാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, 80-ലൊന്നും പോകുന്ന അറിയുന്ന പോലുമില്ല. അത്രയും സ്മൂത്ത് ഔട്ടായിട്ടാണ് വണ്ടി പവർ ഡെലിവറി ചെയ്യുന്നത്. അതാണ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഇപ്പം വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ട്. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ KTM-ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ KTM എഞ്ചിൻ അറിയില്ല, അത് പ്യുവർ പവറിന് വേണ്ടി, റോ പവറിന് വേണ്ടിയുള്ള ഒരു എഞ്ചിനാണ്. നമുക്ക് എന്തായാലും കയറി ഒരു ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് പോകാം. എല്ലാവരും ഉറക്കമാണോ? അങ്ങനെ കണ്ടിട്ട് വിളിച്ചുണർത്താനും തോന്നില്ല. വേണ്ട, എണ്ണടിക്കണ്ട. എഴുന്നേറ്റോ? ഇല്ല, എഴുന്നേറ്റില്ല. അപ്പോൾ നമുക്കിനി വേറെ പമ്പിപ്പോൾ വെറുതെ ഉറങ്ങുന്നവരെ വിളിച്ചുണർത്തി പെട്രോൾ അടിക്കുന്നവർ മോശം. ഞാൻ ഒതുങ്ങി. നല്ലൊരു KSRTC ബസ്സുകാരൻ കേട്ടോ, തംസപ്പ്. ഞാൻ പറയാൻ കാരണം വെച്ചാൽ പുള്ളിക്കാരൻ വരുന്നതിന് മുമ്പേ പാസ് അടിച്ചും ഹോൺ അടിച്ചതിന് മുന്നറിയിപ്പ് നൽകി ഞാൻ ഒതുങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഓവർടേക്ക് ചെയ്തത്. അങ്ങനെയൊക്കെ വണ്ടി ഓടിക്കുന്ന ചുരുക്കം ചിലർ വരെ ഞാൻ കണ്ടിട്ടുള്ളൂ. സാധാരണ KSRTC വരുന്ന അറിയാമല്ലോ, നമ്മളെയും കൂടെ ഇപ്പോൾ പോകുന്നത് ട്രിവാൻഡ്രത്തോട്ടോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടാണെങ്കിൽ നമ്മളെയും കൂടെ കൊണ്ടുപോകുന്ന രീതിയിലാണ് കൊണ്ടുവന്നു. ഇൻഡിക്കേറ്ററിട്ട് കടപ്പുന്ന എനിക്ക് വയ്യ. ഐ ആം വെരി ഇംപ്രസ്ഡ്. കൊള്ളാം കേട്ടോ. ഇതിപ്പോൾ പുതിയതായിട്ട് എടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ, അതായത് ഇപ്പം പുതിയ റൈഡേഴ്സ്, അതായത് ഒരു 100cc അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും സത്യം പറഞ്ഞാൽ. എന്ന് വെച്ചാൽ നമുക്ക് പവറുണ്ട്, ലുക്സിന് ലുക്സ് ഉണ്ട്, മൈലേജിന് മൈലേജ് ഉണ്ട്. പിന്നെന്താണ് വേണ്ടത്? നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. എത്ര നേരം വേണ്ടി നമുക്കിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കാം. അതായത് ഒരു റിലാക്സ് ആയിട്ടുള്ളൊരു രീതിയിൽ ഓടിക്കാൻ വേണ്ടി, ഒരു സ്ട്രെസ്ഡ് ഔട്ടോ ഒന്നും ഫീലും ഇല്ല. അത് നല്ലൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ ഹോണ്ടയിൽ നിന്ന് കിട്ടുന്നത്. ഹോണ്ട ഹൈനസിൻ്റെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരുന്നത് വരെ നമുക്ക് വീണ്ടും കാണാം. അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.